പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമുക്ക് ഇന്നലെ രാത്രിയോടുകൂടി നമ്മുടെ ബഥേൽ മാതാവിൻ്റെ ടീമിൻ്റെ ബൈബിൾ കൺവെൻഷൻ, അതായത് അർത്തിങ്കിലടുത്തുള്ള തൈക്കിൽ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലായിരുന്നു. സ്നേഹമുള്ളവരെ, നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായും ബഥേൽ മാതാവിൻ്റെ ബാധ്യസ്ഥം വഴിയും സ്വർഗത്തിൻ്റെ അനുഗ്രഹത്താലും ഞങ്ങളിലൂടെ ദൈവാത്മാവിനാൽ നയിച്ച കൺവെൻഷൻ ഒരു അനുഗ്രഹമായി മാറി. മക്കളെ, അതിന് ഒത്തിരി ദൈവത്തോട് നന്ദി പറയുന്നു. നിങ്ങളെ സമൃദ്ധിയായി പ്രാർത്ഥിച്ച എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഒരു അത്ഭുതം അവരുടെ ജീവിതത്തിൽ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. സ്നേഹമുള്ളവർ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ നിയോഗം 41 ദിവസം നിയോഗ പ്രാർത്ഥന കാണുന്നതെങ്കിൽ, കേൾക്കുന്നതെങ്കിൽ, വേറൊന്നുമല്ല, നിങ്ങളുടെ ജീവിതത്തിലെ 2 അസാധ്യമായ കാര്യങ്ങൾ സമർപ്പിക്കുക. 2 അസാധ്യമായ കാര്യങ്ങൾ സമർപ്പിക്കുക. എന്നിട്ട് ഇത് കേൾക്കുക. സമയം നിങ്ങൾ ഇത് കണ്ടതിന് ശേഷം, പ്രാർത്ഥിച്ചതിന് ശേഷം, ഇതിൽ കൂടി പ്രാർത്ഥിച്ച് പിന്നെ നിങ്ങൾക്ക് സമയം കണ്ടെത്തി ഒരു 1 hour പ്രയർ, അത് ഗെസമേനി പ്രയർ ആണ്. ഈ 1 hour പ്രയർ എന്ന് പറയുന്നത് ആ ഗെസമേനി പ്രയറിലൂടെ, അതായത് ആ 1 hour പ്രയറിലൂടെ നമുക്ക് എന്ത് സാധിക്കാൻ പറ്റും? പറ്റും? 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് ഈശോ. ഓക്കെ, അപ്പോൾ അത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ ചെയ്യാം. ഒരു ഗതിയില്ലെങ്കിൽ വിശുദ്ധ കുർബാനയും പിന്നെ വ്യക്തിപരമായുള്ളൊരു പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന ഇതിൽ കൂട്ടണ്ട, അങ്ങനെ നിങ്ങൾ ചെയ്യുക കേട്ടോ. എൻ്റെ ഈശോയെ, എന്ന നല്ല പ്രഭാതം തന്നതിനോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവായ യേശുവേ, അത്ഭുതകരമായ രീതിയിൽ കർത്താവേ ഇന്ന് നല്ല ഒരു പുലരി തന്നതിനോട് നന്ദി പറയുന്നു. മിനിഞ്ഞാന്ന് ശനിയാഴ്ചയോടുകൂടി ആ കൺവെൻഷൻ വൻ വിജയമാക്കിയെന്ന് നന്ദി പറയുന്ന കർത്താവായ ഈശോയെ, ഈ മക്കൾ പ്രാർത്ഥിച്ച എല്ലാ മക്കളുടെയും ആ പ്രാർത്ഥനകളോട് ദൈവത്തോട് നന്ദി പറയുന്നു. മോനെ നിൻ്റെ പ്രവർത്തികളോട് നന്ദി പറയുക. നിൻ്റെ ഇന്നത്തെ നിരവധിയായ ആവശ്യങ്ങളുണ്ടല്ലോ മോനെ, നീ പഠിക്കുന്നതാണെങ്കിൽ ആ പഠന മേഖല മാതാവ് വഴി ഈശോയ്ക്ക് സമർപ്പിക്കുക. ജോലിയാണെങ്കിൽ ആ മേഖല സമർപ്പിക്കുക. നമ്മൾ സമർപ്പിക്കുന്നത് മാതാവിൻ്റെ വിമലഹൃദയം വഴി ഈശോയ്ക്കാണ്. വഴിയും സത്യം ജീവനാണല്ലോ അവൻ അസാധ്യമായി എന്തുണ്ട്? അവൻ നമ്മുടെ ഗുരു രക്ഷകനാണ് മക്കളെ. അതായത് വിശ്വാസം വേണം, ബോധ്യം വേണം, സമർപ്പണം വേണം. എൻ്റെ ഈശോ എന്നെ കൈവിടില്ല എന്നുള്ള ചിന്ത. അപ്പോസ്തലന്മാർ തടാകത്തിൻ്റെ മറുകരയിലേക്ക് യാത്ര ചെയ്യാമെന്നുള്ള തീരുമാനത്തിലൂടെ പോകുമ്പോൾ കടലിളകി വള്ളത്തിൽ വെള്ളം കയറാൻ തുടങ്ങിയപ്പോൾ ഈശോ ഇവിടുന്ന് സുഖമായിട്ട് കിടന്നുറങ്ങിയ, ഇവിടെ ശിഷ്യന്മാർ വാവിട്ട് കരയണിയാണ്. അതെന്താണ് മക്കളെ? അതിൻ്റെ വ്യാഖ്യാനം എന്താണ്? കർത്താവ് സുഖമായിട്ട് കിടന്നുറങ്ങിയെങ്കിൽ ഇവർ കിടന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഉണ്ടായിരുന്നോ? ഈശോ ഇത് നമ്മൾ എങ്ങനെ വ്യാഖ്യാനിക്കും? നമ്മൾ എന്ത് ധ്യാനിക്കണ്ടേ? 1 കൊരിന്തോസ് 3:16 ദൈവാത്മാവ് നിന്റെ ഹൃദയത്തിൽ വസിക്കുന്നത് നിനക്ക് അറിയില്ലേ? എന്നിട്ടാണ് നീ പേടിപ്പെടുത്തുന്നത്, എന്നിട്ടാണ് നീ അസ്വസ്ഥ, എന്നിട്ടാണ് നീ പാപം ചെയ്യുന്നത്. എൻ്റെ മോളെ, നമ്മൾ ഇനിയും ഒരു നല്ലൊരു ക്രിസ്ത്യാനിയായോ? പേര് മാത്രമുള്ള ക്രിസ്ത്യാനിയാണോ? ഭയപ്പെടേണ്ട, അസ്വസ്ഥപ്പെടേണ്ട. കടലിൻ്റെ മേലെ നടന്ന കർത്താവാണ് നിൻ്റെ ഹൃദയത്തിലുള്ളത്. അന്തിന് കാഴ്ച കൊടുത്ത കർത്താവാണ് നിൻ്റെ ഹൃദയത്തിലുള്ളത്. എല്ലാം ഈശോയുടെ തിരുരക്തത്താൽ കഴുകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ എഴുന്നള്ളി വരണമേ, ഈശോയെ എഴുന്നള്ളി വരണമേ, ഈശോയെ എഴുന്നള്ളി വരണമേ, ഈശോയെ എഴുന്നള്ളി വരണമേ, ഈശോയെ എഴുന്നള്ളി വരണമേ. കടലോര മക്കളെ എല്ലാവരും ആശ്രയിച്ച് അനുഗ്രഹിക്കണമേ കർത്താവേ. എല്ലാവർക്കും കർത്താവെ, അവർക്ക് മത്സ്യബന്ധനം നല്ല തൊഴിൽ കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ മക്കളുടെ കുടുംബങ്ങളെ ആശ്രയിച്ച് അനുഗ്രഹിക്കണമേ കർത്താവേ. ദൈവമേ, ഇപ്പോൾ ഇന്ന് ഈശോയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇന്നലെ തുടങ്ങിയ ധ്യാനത്തെ അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും മത്സ്യസമ്പത്ത് കർത്താവേ, എല്ലാവർക്കും മാനസാന്തരം കൊടുക്കണമേ കർത്താവേ. ഇവരുടെ തൊഴിലുകളെ ആശ്രയിച്ച് അനുഗ്രഹിക്കണമേ. കടഭാരങ്ങളെ മാറ്റണമേ കർത്താവേ. ധ്യാനത്തിലിരിക്കുന്നവരുടെ, ഇത് കേൾക്കുന്നവരുടെ കടഭാരം മാറട്ടെ കർത്താവെ. മത്സ്യത്തൊഴിലാളികളെ എല്ലാവരും അനുഗ്രഹിക്കണമേ. കൃഷിപ്പണിക്കാരെല്ലാവരും ആശ്രയിച്ച് അനുഗ്രഹിക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധരെയും പ്രാർത്ഥിക്കണമേ. യേശുവേ, നന്ദി. ഹല്ലേലൂയ. യേശുവേ, നന്ദി. സ്തുതിച്ച് പ്രാർത്ഥിക്കും മക്കളെ. ഹല്ലേലൂയ.
യേശുവേ നന്ദി നന്ദി. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടവളാകുന്നു. അങ്ങയുടെ ദൃത്യമ്പലമായി ഈശോ അനുഗ്രഹിക്കപ്പെടവളാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്ത് തമ്പുരാൻ്റെ വേഴ്സുൽമേ ആമീൻ. സ്നേഹമുള്ളവരെ, ഇത് മറ്റുള്ളവർക്ക് നിങ്ങൾ വേണ്ടപ്പെട്ടവർക്കൊക്കെ അയച്ചു കൊടുക്കട്ടോ, അവരും അനുഗ്രഹിതരായി മാറട്ടെ. നന്മ നിറഞ്ഞവളേ മേരി നിന്നാമം വാഴ്ത്തിപ്പാടുന്നു, പരിശുദ്ധ കന്യ മാതാവേ പാപികൾ ഞങ്ങൾക്കായി നിത്യം നിന്തിരുസൂതനോട് നിന്നും പ്രാർത്ഥിക്കണമേ തായേ നീ എന്നെന്നും മൃത്യുവിൻ നേരത്തും. പരിശുദ്ധ പരമദിവ്യകാരുണ്യക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും ശാന്തി സമാധാനം ഉണ്ടാവട്ടെ. നിത്യപിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.